ഓ, നിങ്ങളൊരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ ആയിരുന്നു അല്ലേ? അതെ, കമാൻഡർ. നിങ്ങൾക്ക് 3 മാസം പരോൽ അനുവദിച്ചിട്ടുണ്ട്. ഇതിലൊന്നൊപ്പിട്ട്. വെരി ഗുഡ്. ഇത് നിങ്ങളുടെ വന്നപ്പോൾ ഇട്ടിരുന്ന മോതിരം, ഇത് മാല, ഇത് നിങ്ങൾ ജയിലിൽ ജോലി ചെയ്തപ്പോഴുള്ള ശമ്പളത്തിന്റെ 2/3 ഭാഗം. പരോൾ നിയമങ്ങളൊക്കെ അറിയാമല്ലോ. വീണ്ടും എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ പരോൾ ദിവസങ്ങൾ ഇരട്ടി ശിക്ഷയായി അനുഭവിക്കേണ്ടി വരും. മേലാൽ പരോളിന് അർഹതയില്ലാതായി തീരുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഒന്ന് നമ്മുടെ പൈലിപ്പിള്ള താമസിക്കുന്നത് ഷാപ്പ് കണ്ടിട്ട് പൈലിപ്പിള്ളയല്ലേ? ദയാ കാണുന്ന വീടാ. ഒരു പഴയ ചെറിയ വീടായിരുന്നു. അതിപ്പോ പുതുക്കി പണിതാ. ആ വാറ്റുകാരൻ പൈ സന്തോഷം. മെയ്ദിനെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെപ്പോലെയുള്ള ഒരു മുതലാളിയെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മെയ്ദിനം സെക്കൻഡിന് മാറ്റിവെച്ചോ. എന്താ ഭയക്കുന്നത്? മിസ്റ്റർ മേനോൻ, ഞാനൊന്നും അറിഞ്ഞതല്ല. അതിന് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ നിരപരാധിയാണ്. അതുകൊണ്ടാണല്ലോ വീട്ടിൽ പോലും പോകാതെ ഞാൻ നേരെ ഇങ്ങോട്ടിങ്ങി വന്നത്. വളരെ സന്തോഷം. വരൂ, നല്ലത് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഇനിയൊരിക്കലാവാം. നന്ദി പറയാൻ വേണ്ടി വന്നതാ. വരട്ടെ, വീണ്ടും കാണാം. എല്ലാം പോയി അല്ലേ മോളെ? പപ്പയുണ്ടല്ലോ, അത് മതി. ഭാരതി, നമ്മുടെ വീടെങ്ങനാ പൈലിയുടെ പേരിലായത്? കേസ് നടത്താനും വീട്ടു ചെലവിനും പണം കടന്നെന്ന ആ കമ്മത്ത് പൈലിയുടെ ആളായിരുന്നു. അയാൾ പറഞ്ഞെടുത്തെല്ലാം മമ്മി ഒപ്പിട്ട് കൊടുത്തു. കമ്മത്ത് ഒപ്പിടിച്ചുകൊണ്ട് പോയ പ്രമാണങ്ങളെല്ലാം പൈലിയുടെ പേരിലായിരുന്നു. 2 കൊലക്കേസുകൾ നടത്താൻ വാങ്ങിയ തുകയിൽ ഇനിയും പകുതി കടമാണ്. എല്ലാം വിധിയാണെന്ന് സമാശ്വസിക്കാം. മമ്മി പഴയ കഥകളെല്ലാം പറഞ്ഞ് പപ്പായുടെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? ശരിയാ, ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഭാരതി, എന്തിനാ കരയുന്നേ? പരോളിലെങ്കിലും ഒന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ?
പപ്പ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി കുളിക്കേ. പരോളിൽ എന്നാ തിരിച്ചു പോന്നേ? പോകുന്നതിന് മുൻപ് ഇവളുടെ വിവാഹം ഒന്ന് നടത്തിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അന്ന് വന്ന വിവാഹാലോചനക്കാരും പിന്നെ വന്നതേയില്ല. അച്ഛൻ ജയിൽ പുള്ളി, ഒരേ ഒരു മകനെ വഴിയിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ കുരുതിക്കളത്തിൽ ആര് വരാനാ? എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട പപ്പ. ഞാൻ പഠിക്കുകയല്ലേ, എനിക്കത്രയ്ക്ക് പ്രായമൊന്നും ആയില്ലല്ലോ. അവളും കൂടെ പോയാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവില്ലേ? ആ പൈലിയുടെ മകൻ അഴിഞ്ഞാടുകയാണ്. അവന്റെ ശല്യം കാരണം എല്ലാവരും സ്വൈരം കെട്ടിയിരിപ്പാണ്. പോലീസുകാരും ഭരണക്കാരും ഒക്കെ അവന്റെ തന്തയുടെ കയ്യിലല്ലേ? യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ കുഞ്ഞിനെ പോലും എത്ര ജാഗ്രത പാലിച്ചിട്ടും ഡ്രഗ്സിന്റെ കള്ളക്കടത്ത് അനിയന്ത്രിതമായി വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ അതിർത്തിയിൽ നിന്ന് മാത്രം കഴിഞ്ഞ മാസത്തിൽ 13 കേസുകൾ പിടിച്ചു സർ. അത് ഒരു തൃപ്തികരമായ എക്സ്പ്ലനേഷൻ അല്ല. കോളേജ് കോമ്പസുകളാണ് സാർ അവരുടെ വിഹാര രംഗം. അവിടെ കയറി പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാർ. നമ്മുടെ കുട്ടികളെങ്ങാണോ അറിഞ്ഞോ അറിയാതെയോ ആ ഗാങ്ങിൽ ചെന്ന് പെട്ടാൽ എന്തായിരിക്കും ഗതി? ഇതിന്റെ ഏജന്റുമാർ പല വേഷങ്ങളിലാണ് സാർ നടക്കുന്നത്. അതിനെന്താ, നമ്മളും വേഷം മാറണം. യെസ്, കമ്മീഷണർ സൈമൺ ഹിയർ. അതെ സാർ, ഇൻസ്പെക്ടർ തമ്പി. അയാളെ കുറിച്ച് വേറെയും പരാതികളുണ്ട് സാർ. ഇവിടുത്തെ പല പ്രമാണിമാരും രാഷ്ട്രീയക്കാരും അയാളുടെ കയ്യിലാണ് സാർ. സാർ, യെസ് സാർ, ഓക്കെ. DIG ആണ് വിളിച്ചത്. ആ ബീച്ച് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ തമ്പിക്ക് ഇവരിൽ ചിലരുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. അയാൾക്ക് എല്ലാ ബന്ധവും ഉണ്ട് സർ. അയാളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞുമോനെ തൽക്കാലം ഇവിടുന്ന് മാറ്റി നിർത്തണം. അവൻ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ. ആ കമാൻഡർ പരോളിൽ വന്നതിന് ശേഷം എനിക്ക് ഉറക്കമേ ഇല്ല. ജയിലിൽ ചാടി വരുമോന്നായിരുന്നു പേടി. പേടിക്കണം, അയാൾ പഴയ പട്ടാളമാ. വധശിക്ഷ കൊടുപ്പിക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ചെയ്യാത്ത കുറ്റത്തിന് ജീവപര്യന്തം കൊടുത്തത് പോരെ. അതിനുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഞാൻ പാടന്ത് വിട്ടു. സാർ ഇവിടെ കൂടെ കൂടെ വരുന്നത് ഞങ്ങൾക്കൊരു സമാധാനമാ. പരോൾ നിയമം അറിയാമോ? അവൻ എപ്പോഴും ഞങ്ങളെ നോട്ടപ്പുള്ളിയാ. അവൻ അനഞ്ഞാൽ ഞങ്ങൾ അറിയും. ഇതും ഒരാവശ്യമാണ്.
അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, കാണാം. സോറി. ഒരു തെണ്ടികളെയും കാണാനില്ലല്ലോടാ. ദേ കടിക്കല്ലേ, വാടക തരുന്നതാ. എനിക്ക് ദേഷ്യം വന്നാൽ ചങ്ങലയെ പിടിച്ച് നിലത്തടിക്കും ഞാൻ. ഇവിടെ കുഴിച്ചിടുകയും ചെയ്യും. നടക്കേ. ഭായിയോം ബഹനോം, തായ്മാരേ, തങ്കച്ചികളെ, തോഴരേ, ഇവനെ നിങ്ങൾ അറിയും. മന്ത്രോഹെ പാർ. ഇവനാണ് നമ്മുടെ TV രാമായണത്തിലെ ഹനുമാന്റെ അനുജൻ, അതായത് ബ്രദറായി അഭിനയിച്ചിട്ടുള്ളത്. ഇവന്റെ ബാല്യഭാര്യങ്ങൾ. ഇവൻ ശ്രീലങ്കയിൽ കാണിച്ച ചില വീരപരാക്രമങ്ങളിൽ ചിലതൊക്കെ ഇപ്പോൾ ഇവിടെ കാണിക്കും. മക്കളെ, ആരാന്റെ മക്കളെ, ഒന്ന് കൈയടിച്ചേ. അല്ല, ഇയാൾ ഐസ്ക്രീം കച്ചവടം മതിയാക്കിയോ? ഏമണ്ട് തുളുസുളു ഇതെണ്ട കാറുണ്ടല്ലോ. നാരായണ നാരായണ, ഒന്ന് പോടാ അവിടുന്ന്. இந்த നാട്ടിൻ പുറങ്ങളിൽ വന്ന് இந்த മരുന്ന് നായി. എന്റെ കണ്ണില് ഒരു കരട് പോയി, ഒന്ന് നോക്കണം പ്ലീസ്. സാറേ ഒന്ന് നോക്കണം. നഗരപ്പെരുമക്കളെ, നാട്ടിൻ കുളൈന്തകളെ, മരുന്നില്ലാത്ത മഹാരോഗങ്ങളാണ് അസൂയ, കഷണ്ടി, പ്രേമനൈരാശ്യം, വ്യഭിചാരം. ഇതിനെല്ലാത്തിനും പറ്റിയ ഒരേ ഒരു മരുന്ന് ഒറ്റമൂലി എൻ കയ്യിലിருக்கு. யாருக்கு வேணும்? ഒന്നിതാ. ഒന്ന് പിടി. ഒന്ന് പിടിയുങ്കൾ. പിടി. കൊണ്ടുവാ. വാ പിടി. നിനക്ക് ഇരട്ടമൂലിയാ വേണ്ടത്. ഒന്ന് പോടാ അവിടെ നിന്ന്. ഇത് ഭരിക്കുമോ? അണിയൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാളൊന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ. തന്റെ കൊലകനെ കൊണ്ട് പോണോ? പോലീസ് വന്നല്ലോ, പിന്നെന്തിനാ? നിങ്ങൾ 2 തവണ അന്വേഷിച്ചു വന്നുകൊണ്ടാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഒരു വിവരവും അറിയിച്ചില്ലല്ലോ. അറിയിക്കണമെന്ന് തോന്നിയില്ല. എന്റെ കഥ മുഴുവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എല്ലാം കാലക്കേടെന്നല്ലാതെ എന്തു പറയാനാ. ഞാൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇവരുടെ വിവാഹം നടന്നു കാണാൻ ആഗ്രഹമുണ്ട്. അല്ല, ആരും ഒന്നും കഴിച്ചില്ലല്ലോ. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു വീടുമായി ബന്ധപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. വരി. എനിക്ക് വേണ്ട, ഞാൻ ചുമയ്ക്കും. പിടിയടാ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളും കുറെ ചുമച്ചതാ. എനിക്ക് ക്ലാസ്സിൽ പോണം, പ്രാക്ടിക്കൽ ഉണ്ട്, ഞാൻ പോവാ. നിനക്ക് മാത്രം എന്തോന്ന് പ്രാക്ടിക്കലടാ. അവൻ പോലീസ് കമ്മീഷണർ മോനാന്നുള്ള ഗമയാ. അതുകൊണ്ടല്ലടാ ഞാൻ അവനെ ഇങ്ങ് റാഞ്ചിയത്. ശരിയാ, ഇവനെ നമുക്ക് വേണം. ഞാൻ പോവാ. പോയാ മതി. പോലീസ്. അയ്യേ, ഇനിത് പോട്ടെ. സാരി എന്ത് വേണം? അല്ല, പലതും വേണം. ഇത് സാരിയാണോ? അതെ. പേരെന്താ? റീന. അല്ല, സാരിയുടെ പേരാ ചോദിച്ചേ. രാമായൺ. രാമായണ വെച്ചു നോക്കൂ. അയ്യേ, ഇത് കൊള്ളത്തില്ലല്ലേ. ശരിക്ക് വെക്കടോ. കൊള്ളത്തില്ല. എവിടെ? അതെ, നോക്കി നോക്ക്. നോക്കട്ടെ. അയ്യേ, ഇതും കൊള്ളത്തില്ല. ഛേ, കൊള്ളത്തില്ല. പോ, വിട് പോ. ഇത് കൊള്ളാം. ഒന്ന് നോക്കിക്കേ, ഒന്ന് വെച്ച് നോക്കിക്കേ. സാരി എത്ര മീറ്ററാ? എന്താ റോളിന്ന് വരാത്തെ? ഒരു തടസ്സം.
എന്താ പേര്? ഞാൻ നിന്നെ വിളിപ്പിച്ച എന്തിനാണെന്ന് അറിയാമോ? നിന്നെ പറ്റി ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. അതാ പ്രൊഫസർ നുണ പറഞ്ഞുണ്ട് ഡാഡി. പ്രൊഫസർക്ക് നിന്നോട് മാത്രം എന്താ ഇത്ര വിരോധം? ആ കുഞ്ഞുമോൻ അയാളെ കളിയാക്കിയന്. സ്റ്റോപ്പ് ദ ബ്ലഡി നോൺസെൻസ്. പഠിപ്പിക്കുന്ന അധ്യാപകൻ അയാളെന്നാണ് ഇവിടെ വിളിക്കുന്നത്. നീ ഈയിടെ ക്ലാസ്സിൽ കയറാറില്ലെന്ന് അറിഞ്ഞു. നേരാണോ? ഞാൻ ഇനി ക്ലാസ് കട്ട് ചെയ്യില്ല ഡാഡി. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. നിന്റെ അമ്മ ഒരു ഡോക്ടറാണ്, ഞാൻ ഈ സിറ്റിയിലെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. എനിക്കിന്ന് ട്യൂഷനുണ്ട്. വിഷയം മാറ്റാൻ ശ്രമിക്കണ്ട. ലുക്ക് ഹിയർ, ഇനിയും ഇത് തുടർന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബി കെയർഫുൾ. പടക്കുതിര കൊള്ളാവല്ലോടാ. ശരിയാളിയാ. ഇതേതാ കുഞ്ഞ്? എവിടുത്തെയാ? നിന്റെ അമ്മോട് പോയി ചോദിക്കടാ. ആഹാ, നിനക്ക് അതും അറിയാവോ? ആ നിന്നെ ഞാൻ എടുത്തോളാം. ആ ഇത് കിടുവ പിടിച്ച പോലായല്ലോ വൈദ്യപിള്ളേ. സമാധാനപ്പെട്, എല്ലാം നമുക്ക് ശരിയാക്കാം. ആ കമ്മീഷണർ ഉടനടി ഇവിടുന്ന് പൊക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കാ ദോഷം. ആ അവനൊരു ചുക്കു എന്നെ ചെയ്യാനില്ല. അവന്റെ മൂത്തവൻ എന്റെ കയ്യിലുണ്ട്. എല്ലാവരെയും കണ്ടാക്കൊള്ളാം. അതിന് തക്കവണ്ണം കയ്യിൽ വല്ലതും ഉണ്ടോ? ഇയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തതാണ് മുതലാളി. നേരിടേണ്ടത് കമാൻഡറെയാണെന്ന് അറിയാലോ. അറിയാം, അയാളൊരു പ്രശ്നമല്ല. ഇവരെ അകത്ത് കൊണ്ടുപോയി താമസിക്കാനുള്ള സൗകര്യം ചെയ്തു. ശരി മുതലാളി.
മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, അവന്മാരുടെ ഗാംഗിൽ നിന്ന് എന്റെ മകനെ ഒന്ന് രക്ഷിക്കണം. ഞാനൊന്ന് ശ്രമിക്കാം സർ. വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യണം. ഡോണ്ട് വറി. ബാബു നല്ല കുട്ടിയാണ് സർ. ആ കൂട്ടുകെട്ടാണ് അയാളെ കുഴപ്പിച്ചത്. പലതവണ അവനെ വിളിച്ചുപദേശിച്ചു. ആ കൂട്ടുകെട്ടാണ് അയാളെ കുഴപ്പിച്ചത്. ഞാനിവിടെ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോ എന്റെ മകൻ ഡ്രഗ്സ് കടത്താനും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിനും നടക്കുന്നത് ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം സർ. ഇവനെ കൂടെ കൊണ്ടുപോകണം. ഞാൻ വരുന്നില്ല. നിങ്ങൾ ഓട്ടോ വരും. ഓട്ടോ ഓട്ടോ ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ ബൈക്കിൽ ഫോളോ വരുന്നുണ്ട്. നേരെ അറിയുന്നുണ്ടോ എന്തോ? അയ്യോ, ആളുണ്ടല്ലോ. ആളുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ. കേറ്, പെട്ടെന്ന് പോണ്ടല്ലേ. കേറ്. എങ്ങോട്ടാ? ലോഡ്ജിലേക്കാ. നേരെ ലോഡ്ജിലോട്ടാണോ? ഇവിടെ ആളിനെ കാണാൻ. ഒരു സെക്കൻഡ്. വേഗം വരണേ. ഞാൻ ലേറ്റ് ആയിരിക്കുക. വണ്ടി ഏറ്റടാ. അയ്യോ ചേട്ടാ, ചേട്ടാ. അയ്യോ, വിടൂ. അയ്യോ, വിടൂ. രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, വിടൂ. വേണ്ട. അയ്യോ, രക്ഷിക്കണേ. ഒരു ഓട്ടോ കൊണ്ടു നടക്കാൻ കഴിവില്ലാത്തവൻ ഡ്രൈവറാവൻ. ഒരു പെണ്ണിനെ കൊണ്ടു നടക്കാൻ ത്രാണില്ലാത്തവൻ പെണ്ണ് കെട്ടരുത്. ഇനി അഥവാ കെട്ടിയാൽ തന്നെ ഭർത്താവരുത്. ശങ്കരപ്പിള്ളേ, ഇവർ രണ്ടുപേരും സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്ത് ഇവർ പറഞ്ഞു വെച്ചത്. തന്റെ ഭാര്യ തന്റെ ഭാര്യയെ കൊണ്ടുപോയതിന് എപ്പോ തിരിച്ചു കൊണ്ടുവരുമെന്ന് ആർക്കറിയാം? ഇനി അതോ തിരിച്ചു കൊണ്ടുവന്നാ ഞാൻ അറിയിക്കാം. ഇപ്പൊ പോയിക്കോ കേട്ടാ. പോ സ്ഥലം വിടുവാ. ഈ സ്ത്രീയുടെ കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലേ? ഇവരെന്ത് തെറ്റ് ചെയ്തു? മേനോൻ ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം. നോ താങ്ക്സ്. ഐ എം എ പ്രിസണർ. പ്ലീസ് സിറ്റ് ഡൗൺ. മിസ്റ്റർ സൈമൺ, ഈ നാട്ടിൽ എങ്ങനെ സ്വൈര്യമായിട്ട് ജീവിക്കും? സ്ത്രീകൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ആസ് എ സിൻസിയർ ഫ്രണ്ട്, ഈ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയി സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പറഞ്ഞയച്ചേക്ക്. മിസ്റ്റർ മേനോൻ, ഐ ആം ഹെൽപ്ലെസ്. ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല, ഈ ഡിപ്പാർട്ട്മെന്റ് പോലും നന്നാവില്ല. പിന്നെ എന്തിനാ സൈമൺ ഈ കാക്കിക്കുപ്പായം ഇട്ട് ഇവിടെ ഇരിക്കുന്നത്? ഓ, നിങ്ങൾക്ക് നിരപരാധികളെ ശിക്ഷിക്കാനല്ലേ അറിയാം. ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെടുത്തിയ ഒരു കേസ് ചാർജ് ചെയ്താൽ അത് നിങ്ങളുടെ പരോളിനെ വരെ ബാധിക്കും. അപ്പോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ നിരപരാധിയെ ആ ചെന്നായ്ക്കൾക്ക് വിട്ടുകൊടുക്കണമായിരുന്നു അല്ലേ? അവന്മാരിനി അധികകാലം വിലസില്ല. അവരെ പിടികൂടാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. താങ്ക് യു സൈമൺ. ഞാൻ വരട്ടെ. അങ്കിള് മാത്രമല്ല, മോനും ഉണ്ട്. മോളങ്ങ് വളർന്നു പോയല്ലോ. ഹലോ ഹലോ ഹലോ. വന്നോ. ബാബുമോനെ കാണാറേ ഇല്ലല്ലോ. അവൻ ഹോസ്റ്റലിലല്ലേ? ഹലോ അങ്കിൾ, വരൂ.
ഇത്രയും കാലം പട്ടാള ജീവിതമായിരുന്നല്ലോ. ഇനിയുള്ള റിട്ടയർഡ് ലൈഫ് വെറുതെ ഇരുന്ന് സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, എത്രയൊക്കെ നഷ്ടം വന്നാലും മുഴുവൻ ഷാപ്പുകളും ഞാൻ തന്നെ പിടിക്കും. വരട്ടെ, വയലിപ്പിള്ള മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ. ഓക്കെ. മോളെ, നീ ജ്യൂസ് കുടിക്കാൻ മറന്നു. അത് പറ്റില്ല, ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ നേരാവും. ജ്യൂസ് കുടിച്ചിട്ട് ട്യൂഷന് പോയാ മതി. ദിസ് ഈസ് പപ്പാസ് ഓർഡർ. മോനെ, നീ കാറാണോ ബൈക്കാണോ കോളേജിൽ കൊണ്ടുപോകുന്നത്? പിന്നെ പപ്പ, ഈ ചേട്ടന് ഭയങ്കര സ്പീഡാ. ഇപ്പോഴത്തെ ചില പിള്ളേരുടെ പോക്ക് കണ്ട ഭയം തോന്നും. അത് ചെത്ത് പാർട്ടിയാണമ്മേ. ചെത്തു പാർട്ടിയോ? അങ്ങനെ ഒരു പാർട്ടിയുണ്ടോ? പപ്പ, ഓവർ സ്പീഡുകാരെ ഇപ്പൊ അങ്ങനെ വിളിക്കുന്നത്. നമ്മുടെ പൈലിയങ്ങളുടെ മോൻ കുഞ്ഞുമോനൊക്കെ അതാ പാർട്ടി. എക്സാം അല്ലേ, വേഗം വന്നിട്ട് പഠിച്ചോണം. പൊയ്ക്കോ. പിന്നെ എന്റെ പിള്ളേരൊന്നും വേണ്ടാത്ത കമ്പനിയൊന്നും കൂടാറില്ല. They are my children. കമാൻഡറുടെ വകയൊന്നുമല്ലോ. എന്താ പ്രശ്നം? ഈ നമ്മുടെ പാർട്ടി വിട്ടതേ അല്ല, ഇത് എന്നു മുതലാ ഞങ്ങൾ അറിയണ്ടായോ? ഇത് ലക്ഷ്മി, എന്റെ നെയ്ബർ അശോകന്റെ പെങ്ങള്. വിട്ടറാ. ലക്ഷ്മി ക്ഷമിക്കണം, ഇവന്മാർക്ക് ആളെ മനസ്സിലായില്ല. ആ ഡ്രൈവർ വണ്ടിയുടെ അയൽപക്കം കൊള്ളാവല്ലോടാ. ഞാനിങ്ങനെ വളച്ചു വെച്ചിരിക്കുക, വീഴുന്നില്ല. വീടില്ലെങ്കിൽ നമുക്ക് പിന്നെ പൊക്കാവടാ. ഇത്തവണത്തേക്ക് മേനോൻ സാർ ഒതുക്കി തരണം. വിദേശ മദ്യത്തിന്റെ ലേലം വരുന്ന വെള്ളിയാഴ്ചയാ. ഒരു ഉപകാരം ചെയ്യണം. ദയവ് ചെയ്ത് മേനോൻ സാറ് ആ ലേല സ്ഥലത്തേക്ക് വരരുതേ. വെറുതെ വീട്ടിലിരുന്ന് മടുത്ത പൈലിപ്പിള്ളേ. അതിന് വേറെ എന്തെല്ലാം വഴികൾ കിടക്കുന്നു. മദ്യ ബിസിനസിന് ഇപ്പം പഴയ പോലുള്ള കോളൊന്നുമില്ല. കള്ളു ഷാപ്പിന്റെയും ചാരായ ഷാപ്പിന്റെയും തുക ബാണം പോലല്ലേ കയറുന്നത്. ഇതും അതുപോലെ കയറും. ആര് പിടിച്ചാലും കൈകൊള്ളും. പിന്നെന്തിനാ പൈലിപ്പിള്ള ഇത്ര ശുപാർശ ചെയ്യുന്നത്? അതിനൊരു കാര്യമുണ്ട്. അപ്പൻ അപ്പാപ്പന്മാരുടെ കാലം തൊട്ടേ ഞങ്ങൾ ഷാപ്പുകാരാ. ഇത് ഞങ്ങളുടെ കൊലത്തൊഴിലാ. കുലത്തൊഴിലോ കൊലത്തൊഴിലോ? പത്രം വായിക്കുന്നില്ലേ? ഇപ്പൊ അതൊരു കൊലത്തൊഴിൽ തന്നെയാ. എന്തായാലും ഇത്രയും കാലം പൈലിപ്പിള്ള നടത്തിയില്ലേ, ഇത്തവണ ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, അങ്ങനെ പറയരുത്. ഇതാ. എന്താ ഇത്? തികച്ചുണ്ട് 1,00,000. മനസ്സിലായില്ല, എന്തിനാ ഇത്? ബാക്കി 4 പേരാണ് വലിയ വാശിക്കാര്. 4 ഞാൻ ഒതുക്കി. 4 1 5. 5 ലക്ഷം അല്ലേ പോവൂ. സാരല്ല. ഈ 5 ലക്ഷമൊക്കെ ഇത്രയ്ക്ക് നിസ്സാരമാണോ? മദ്യ ബിസിനസ്സിൽ ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ല മേനോൻ. അടുത്ത തവണ പിടിച്ചോ, അപ്പോഴറിയാം. ഈ 5 ലക്ഷം നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? 5 ലക്ഷമോ ബാക്കി ലക്ഷങ്ങളോ? എക്സൈസ്, പോലീസ്, പാർട്ടിക്കാര്, ഗുണ്ടകള് എല്ലാം കൂടി ഒരു പരുവാവും മിസ്റ്റർ മേനോനെ. ഇത്രയും ലാഭമുള്ള ബിസിനസ് ആണോ ഇത്? 17 രൂപയുടെ സാധനല്ലേ 70 രൂപയ്ക്ക് വിൽക്കുന്നത്. ഇത് പൈലിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ടതുപോലെ ഒക്കെ ചെയ്യാം. എന്താ മോളെ താമസിച്ചത്? വഴിയിൽ ചെത്തുപാർട്ടിയുടെ ശല്യം. ചെത്തുകാരെന്തിനാ മോളെ തറഞ്ഞത്? അതെ പൈലി, തെങ്ങ് ചെത്തുകാരല്ല, ഇപ്പോഴത്തെ ചില പൂവാലന്മാരെ അങ്ങനാ വിളിക്കുന്നത്. എന്റെ കുഞ്ഞുമോനിലായിരുന്നല്ലോ അയാൾ വന്നാ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ വരട്ടെ. കേട്ടോ മിസ്റ്റർ മേനോൻ, എന്റെ മോനായതുകൊണ്ട് പറയല്ല. ഈ പ്രായത്തിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള കുട്ടനെ കാണാൻ പ്രയാസ. കള്ളുകൂടിയില്ല, കഞ്ചാവ് വരിയില്ല. അല്ലേ, അവൻ ആരുടെ മോനാ? ചായ കുടി. മോളെ ലക്ഷ്മി, നീ ഇത്ര നേരത്തെ കളിക്കാൻ പോകുന്നത് എന്തിനാ? പപ്പ, ഈ അമ്മയ്ക്ക് ഞാൻ കളിക്കാൻ പോകുന്നത് ഇഷ്ടമല്ല. ഭാരതി, കൊച്ചു പിള്ളേരായ കുറച്ച് എക്സസൈസ് ഒക്കെ വേണം. അവിടെ പോയി കളിക്കട്ടെ. പിന്നെ ഞങ്ങളൊക്കെ ഹോക്കിയും ക്രിക്കറ്റും കളിച്ചല്ലേ ആരോഗ്യം ഉണ്ടാക്കിയത്. അത് ശരിയാ മോളെ. ഇവളൊരു കമാൻഡറുടെ ഭാര്യയാണെങ്കിലും തനി നാടന, എ റിയൽ കൺട്രി കേസ്. കറക്റ്റ് പപ്പ. മോളെ,
വല്ല കണക്ഷനോ അഫക്ഷനോ മറ്റോ തുടങ്ങിയോ? എന്താ പപ്പ? ഇവിടെ എല്ലാം പട്ടാളമുറിയാ. പിള്ളേരോട് എന്ത് പറയുന്നതിന് ഒരു മറവുമില്ല. ഭാരതി, പിള്ളേര് പ്രായമായ പിന്നെ അവരോടൊന്നും ഒളിക്കരുത്. വെൽ, ദാറ്റ് ഈസ് മൈ പോളിസി. അയ്യോ, ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. പിന്നെ ഇവിടെ നേരത്തെ ഇറങ്ങുന്നത് ഡ്രൈവറെ മാറ്റിയിരുത്തി വണ്ടി ഓടിക്കാനാ. അത്രേ ഉള്ളൂ. അതിന് നീ പപ്പായ വിളിക്കുന്ന എന്തിനാ? യു ഗോ അഹെഡ്. 18 വയസ്സ് കഴിയാതെ ലൈസൻസ് കിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അത് ശരിയാ മോളെ. ഡ്രൈവർ വന്നിട്ട് പോയാ മതി. Then okay. അല്ല, എന്താ ഇവിടെ നടക്കുന്നേ സംഭവം? ഇവിടെ നടക്കുന്നത് കഥകളി, ദുര്യോധനോദം. ടച്ച് ചെയ്താ വേറെ പ്രശ്നം ഉണ്ടാവും. പ്രശ്നം എന്താ പ്രശ്നം? സാറിന്റെ തൊപ്പിയും പോവും, കുപ്പായം പോവും, എല്ലാം പോവും. എന്ന് ഞാൻ ടച്ച് ഒന്ന് ടച്ച് ഞാൻ ടച്ച് ചെയ്യും ടച്ച് ചെയ്യും ഞാൻ ടച്ച്. എന്താ ഒരു മിനിറ്റും കൂടെ ഒന്ന്. എന്തിനാ? അതെ, ആ ജുബാ ഷർട്ടില്ലേ, അവൻ പൈലിപ്പിള്ളയുടെ മോനാ. എന്താ ടച്ച് ചെയ്യാത്തത്? ഇത് കാര്യം പറയരുതില്ലേ? അയ്യോ, എന്റെ പേര് കുഞ്ഞുമോനല്ലേ? അയ്യോ മോൻ പോ. നല്ല വെയിലാണ്. ഒരു ടാക്സി വിളിച്ചിട്ട് പോ കേട്ടോ. കാശില്ലല്ലേ? കാശില്ല. എന്റെ കയ്യിൽ കൊടുക്ക ടാക്സി കാശ് ഞാൻ തരാം കേട്ടോ. നേരത്തോട് പോ, ട്രാഫിക്കൊക്കെ സൂക്ഷിച്ചു പോ. നീ നിന്നെ കൊണ്ട് എനിക്ക് നമുക്ക് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയി അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിനക്ക് നാളെ പോട്ടെ. അല്ല, നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? ലേലം കഴിഞ്ഞു, ഷാപ്പുകളും പോയി. ഞാനെന്താ ചെയ്യാ? ഇത് അയാൾ കരുതി കൂട്ടി ചെയ്തതാ. ഇറങ്ങിക്കോ മോളെ. പതുക്കെ അടയ്ക്ക്. ഇതാര് മിസ്റ്റർ മേനോൻ? കുടുംബസമേതാണല്ലോ അവര്. നിങ്ങളാരെയും അങ്ങോട്ട് കാണാറില്ല. എന്നാ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് കരുതി. നമസ്കാരം. 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 ഷാപ്പുകളെല്ലാം ഞാൻ പിടിച്ചതില് പൈലിക്കനോട് വിഷമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അത്തരക്കാരനാണോ മിസ്റ്റർ മേനോൻ? അല്ലേലും ഇത് മതിയാക്കണമെന്ന് പറഞ്ഞിരുന്നതാ. ഞങ്ങൾക്കും ഇതേ അഭിപ്രായ. പറഞ്ഞിട്ട് കേക്കണ്ടേ? ഞാനൊരു ഷാപ്പ് കോൺട്രാക്ട് എന്ന് പറയുന്നത് തന്നെ ഇവർക്ക് കുറച്ചില്ല. എന്നിട്ടും ലേലത്തുക അങ്ങ് പരമാവധി കയറ്റിയില്ലേ? അത് പിന്നെ ഞങ്ങളുടെ പാരമ്പര്യ. ഈ ലേല സ്ഥലത്ത് വന്നാ വെളിച്ചപ്പാടിനെ പോലെയാ. പിന്നെ കണ്ണും ചൂടും കേൾക്കില്ല. അല്ല, എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. വരൂ. പിന്നെ ഇത്തവണ കൈ പൊള്ളു മൊബൈലേ. എവിടെ? സാധനം സ്വന്തമായി ഉണ്ടാക്കി നല്ല ലേബിൾ ഒട്ടിച്ചാ മതി. അതിനൊന്നും ഞാനില്ല. വല്ല മദ്യദുരന്തം സംഭവിച്ചാൽ പിന്നെ കൊലക്കുറ്റത്തിന് ഉത്തരം പറയാൻ എനിക്ക് വയ്യ. അല്ല, കുഞ്ഞുമോൻ കോളേജിൽ പോയില്ലേ? കോളേജ് സ്ട്രൈക്കാ. പോയിരുന്ന് പഠിക്കടാ. പഠിത്തത്തിൽ അവൻ ബഹുമെടുക്കനാ. അതിരിക്കട്ടെ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അതെ, ഞാനത് ചോദിക്കാൻ മറന്നു. പൈലി കഴിഞ്ഞ വർഷം ഷാപ്പ് നടത്തിയിരുന്ന കെട്ടിടങ്ങളും സാധനങ്ങളും എല്ലാം വെറുതെ കിടക്കല്ലേ? അതൊക്കെ എനിക്കിനി എന്തിനാ? എന്നെ കൊണ്ട് കഴിയുന്ന ഏത് സഹായവും എപ്പോഴും ഉണ്ടാവും. മേനോ സാർ തുടങ്ങിയാട്ടെ, കൂടെ ഞാനുണ്ട്. അത് മതി. ലക്ഷ്മി, എന്താ? അല്ല, മറ്റൊമാരുടെ ശല്യം വല്ലതും ഉണ്ടായെന്ന് ചോദിക്കാൻ നിർത്തിയ? ഇല്ല. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നോട് പറഞ്ഞോ. വണ്ടി വിടും. സ്റ്റേറ്റിൽ നിന്ന് കത്തുകളൊക്കെ വരാറുണ്ടോ? ഞാൻ കൂടെ കൂടെ വിളിക്കാറുണ്ട്. എന്നും ഇങ്ങനെ അന്യനാട്ടിൽ കിടന്ന് സമ്പാദിച്ചാൽ മതിയോ സൈമൺ സാറേ? എന്റെ കൂട്ടൊരു പോലീസ് ഓഫീസറെ അമേരിക്കയിലും വേണ്ട, അത്രയും ശമ്പളമുള്ള ഒരു ഡോക്ടറെ ഇവിടെയും വേണ്ട. ഞാൻ സൈമനെ വിളിപ്പിച്ചത് ഒരു അഡ്വൈസ് ചോദിക്കാനാണ്. എന്താണാവോ ഇത്ര വലിയ പ്രശ്നം? ലക്ഷ്മിക്ക് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു. അവൾക്കത്ര പ്രായമൊന്നും ആയില്ലല്ലോ. സൈമൺ, നല്ല ആലോചനകൾ വരുമ്പോൾ അത് ശരിയാ, ഓരോന്നും അതാത് സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടും.
ഹായ് കുഞ്ഞുമോനോ. ഹലോ. നീ ബൈക്ക് മാറ്റിയോടാ? ഏയ് ഇത് നമ്മുടെ ബാബു സാഹിബിന്റെ വണ്ടിയല്ലേ? പോലീസ് കമ്മീഷണർ മോനോ? ആ. അവൻ ആർക്കും കൊടുക്കുന്നല്ലോ. ആ എന്നെ പേടിയാ. ആദ്യം തന്നില്ല, ഒന്ന് വരട്ടി ഒറ്റ ഇടി. നിന്റെ പപ്പയില്ലാത്ത കൊണ്ടുവാ. വരൂ. ഇരിക്കൂ. പപ്പ, കുഞ്ഞുമോൻ എന്തോ പറയാനുണ്ടോ? എന്ത് പറ്റി പോനെ? അപ്പച്ചനും അമ്മച്ചിക്കും കൂടി ഒരു കല്യാണത്തിന് പോവാൻ ഏതെങ്കിലും ഒരു വണ്ടി വേണമെന്ന് പറയാനാ വന്നത്. അത് നിനക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തോണ്ട് പോകരുതോ? വൈലി അങ്ങനെ ആരോടും ഒന്നും ചോദിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ. എന്ത് പറ്റി? ടാക്സി പോയാൽ മതി എന്ന് അമ്മച്ചി പറഞ്ഞു, പക്ഷെ അപ്പച്ചി സമ്മതിക്കുന്നില്ല. ഷാപ്പ് പോയ ക്ഷീണം കൊണ്ടാണ് ടാക്സിയിൽ പോകുന്നതെന്ന് ആൾക്കാർ പറയുമോ എന്നുള്ള സംശയം പൈലിക്ക് അല്ലേ? ചുമ്മാ ഇരിക്കും. മോനെ സൂക്ഷിച്ചു പോണേ. പപ്പ, കുഞ്ഞുമോൻ ഓവർ സ്പീഡാ. എന്തായാലും ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ അവൻ എക്സ്പേർട്ടാ. കൂടിരിക്കുന്നത് അപ്പച്ചനും അമ്മച്ചിയാണെന്ന് ഓർത്തിരുന്നാ മതി. നീ എടുത്തോണ്ട് പോടാ മോനെ. താങ്ക് യു. ഓക്കെ. ഏയ് എന്താ സഞ്ചിയോ പെട്ടി എന്തോ പുറത്തേക്ക് കൊടുക്ക്. തുറക്കടേ. എന്തോടാ അതിനകത്തൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? വണ്ടിയൊക്കെ പരിശോധിക്കും. എല്ലാവരും ജീപ്പ് കയറ്റു. അവരൊക്കെ ജീപ്പ് കയറ്റു. ഇത് പോലീസ് കമ്മീഷണർ മോനാ. കോൺസ്റ്റബിളെ, മേനോൻ ഹിയർ. അതെ, കമാൻഡറുടെ വീട് തന്നെ. എന്റെ കാറ് എസ്റ്റേറ്റ് റോഡിൽ കൊണ്ട് കളഞ്ഞിരിക്കുന്നു. ഹേയ് നോ, അത് എന്റെ വണ്ടിയായിരിക്കില്ല. അതെ, നമ്പർ അത് തന്നെ. കാറിനകത്ത് ആരുമില്ലേ? നിങ്ങളാരാ? ഹലോ, ആക്സിഡന്റ് ഒന്നും അല്ലല്ലോ. ഞാനിതാ വരുന്നു. വണ്ടി ഇറങ്ങണം. What do you want? ഇറങ്ങണം. എന്തിന്? ഇറങ്ങണം. Look, I am a retired military officer. പേടിപ്പിക്കണം. ഇങ്ങോട്ട് ഇറങ്ങടാ. കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. I am a commander. സോറി, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് പരിശോധിക്കാം. Why not?
പോയി നോക്കടോ. I am Commander Meno. I don't do such silly thing. Do you understand me? ആ കമാൻഡർ ആയത് അങ്ങ് പട്ടാളത്തിലാ, ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ ഞാൻ പറയുന്നതാ നിയമം. കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കുന്നതിന് പകരം നിരപരാധികളുടെ മേൽ കൊലക്കുറ്റം ചുമത്തുന്നതാണോ നിങ്ങളുടെ ഇവിടുത്തെ നിയമം, ഇൻസ്പെക്ടർ സാറേ? മയക്കുമരുന്ന് കടത്താനും കൊലപാതകത്തിന് ഉപയോഗിച്ച കാറ് നല്ലതാണോ? അതാ പൈലിയുടെ മകൻ വന്നൊരു കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയതാ. എന്താ തെളിവ്? അതാ പൈലിയെയോ അയാളുടെ മകനെയോ വിളിച്ച് ചോദിക്ക. പൗലോസ്, യെസ് സർ. ആ പൈലിയെ കൊണ്ടുവന്നുണ്ടോ? ഉണ്ട് സർ. വിളിയവനെ ഇങ്ങോട്ട് മാറിക്കോടോ, ഇങ്ങോട്ട് മാറിയില്ലോടോ. താൻ തന്നോളൂ ആനയോ ചേട്ടാ, അറിയോ? അറിയോന്നോ? നമ്മുടെ പഴയ പട്ടാളം കമാൻഡർ. ഇയാളുടെ ഒരു കാറ് താനൊരു കല്യാണത്തിന്റെ ആവശ്യമാണെന്നും പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടുപോയോ? ഞാനോ? ഇയാളുടെ കാർ? എനിക്കെന്തിനാ ഇയാളുടെ കാർ? എന്റെ കുടുംബത്തിൽ പലർക്കും 2-3 കാറിലവരാ. എടോ പൈലി, താൻ പറഞ്ഞെന്ന് പറഞ്ഞ് തന്റെ മകൻ വന്ന് എന്റെ വീട്ടിൽ നിന്ന് കാരെടുത്തോണ്ട് പോയത്. ഇനിയിപ്പോ കുറെ കഴിയുമ്പോ എന്റെ ഭാര്യ തന്റെ വീട്ടിൽ വന്ന് തന്റെ കാറ് ഞാൻ പറഞ്ഞിട്ട് എടുത്തിട്ട് പോയി. പൈലി, ഓ വിറയ്ക്കാതെ, വിറയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. ബഹളം വെക്കരുത്, ഇത് പോലീസ് സ്റ്റേഷനാ, പട്ടാളക്കേണ്ടല്ല. ഇവിടെ പോലീസേ, ഇയാളെ പിടിച്ചാത്താക്ക്. കഴുതപ്പിടി ആരെയും പിടിക്കരുത്, കമാൻഡറെ പിടിച്ചാത്താക്കണോ? ഈ കേസ് ഇതിലൊന്നും ഒതുക്കത്തില്ല. നോക്കാം, ആദ്യം കുടുക്കി. അപ്പൊ മുതലാളി എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? മദ്യപാനം നിർത്തി. അത് കൊള്ളാം. അപ്പൊ നാട്ടുകാരെ കൊണ്ട് കുടിപ്പിക്കത്തേ ഉള്ളൂ അല്ലേ? പുഷ്പം പോലെ അല്ലയോ കുഞ്ഞുമോൻ ആ കൊലക്കേസ് ഞാൻ ഊരിയത്? ഇതിലും പ്രമാദമായ എത്രയോ കേസുകൾ എഴുതി തള്ളി തലയല്ലേ ഇത്. ഞാൻ ഫോൺ ചെയ്തപ്പോ ആ മേനോൻ വന്ന് കാറ് എടുത്തോടെ ഞാൻ ചോദിച്ചു. ഒരു സംശയം, എന്താ? കേസ് അന്വേഷണം നമ്മുടെ കയ്യിൽ നിന്ന് മറ്റേടത്തേക്ക് പോവോ? മർദ്ദമായതുകൊണ്ട് ചിലപ്പം മേലുദ്യോഗസ്ഥന്മാരെ ഇടപെടും. ആ മേനോന് ഇക്കൈ കൊണ്ട് 2 കൊടുക്കണമെന്ന് എന്റെ ആശ. കേസ് ആരന്വേഷിച്ചാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാം. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. ഈടായിക്കൊള്ളൂ, അവന് ഇനിയും തരും. പിടിപ്പിക്കാം. ഏതായാലും ഞാൻ അയാളെ അകത്താക്കും. സംഭവം നടന്നു കഴിഞ്ഞാ ഞങ്ങൾ ഇവിടെ അറിയുന്നത്. കാർ അയാളുടേതായത് നമ്മുടെ ഭാഗ്യം. കൂടെ കമ്മീഷണറുടെ മോനും കൂടി ആയപ്പം ഓക്കേ. ഇന്നെന്താ തീരെ മന്ദഗതിയിലാണല്ലോ. ഏതായാലും ഇതോടെ അയാൾ ബദ്ധശത്രുവാകും. അല്ല, ഒരു കണക്കിന് അത് നന്നായി. എന്നെ ഒതുക്കിയവനെ ഒതുക്കാൻ ഇതൊരു അവസരമായല്ലോ. എന്തു വന്നാലും ശരി, ഞാൻ അയാളെ അകത്താക്കും. ബാക്കി കോടതി കാര്യം അത് ഞാൻ ഏറ്റു. ഓക്കെ. നോ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാറിന് എന്നോട് എന്തോ പ്രത്യേകമായ വൈരാഗ്യമുണ്ട്. അല്ല, ഞാൻ എന്ത് പറയാനാ? ഒരു കാറിന്റെ ഉടമസ്ഥാവകാശം വെച്ചുകൊണ്ട് മാത്രം മാന്യനായ ഒരാളിന്റെ പേരിൽ ഇത്തരം ഒരു കൊലക്കുറ്റം ചുമത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട് സാർ. ആ ഡെഡ് ബോഡി പിടികൂടുമ്പോ കാറിലുണ്ടായിരുന്നവരെവിടെ? അവരിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരാളെ ഞാൻ അറസ്റ്റ് ചെയ്തു സാർ. എന്നിട്ട് അവൻ എവിടെ? അത് ഇദ്ദേഹത്തിന്റെ മകൻ സാബു സൈമൻ ആയിരുന്നു. അച്ഛന്റെ പേര് പറഞ്ഞത് ഞാൻ വിട്ടു. എനിക്കൊരു മകനുണ്ട് സാർ. നിയമത്തിന് മുഖംനോട്ടമില്ല. കുറ്റവാളി ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണം. ആ കുട്ടി നിരപരാധിയാണ് സാർ. ആ കമാൻഡർ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. വേണ്ടത്ര തെളിവുകളുണ്ട്. നിങ്ങൾ എന്തിനെന്നെ ക്ലാസ്സിൽ പോലും കയറാൻ സമ്മതിക്കാതെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത്? ഒന്നു മോനെ, നീ അല്ലടാ ഞങ്ങളുടെ നേതാവ്. ഇനി എന്നെ ശല്യം ചെയ്യരുത്. ചങ്കളികളെ എന്നെ അന്വേഷിച്ച് ഡാഡി 2 തവണ ഹോസ്റ്റലിൽ ആളെ വെച്ചു. നിന്നെ കൊലക്കേസിൽ പ്രതിയാക്കാനാ. നമ്മൾ കൊണ്ടുപോയ പെണ്ണിനെ കൊന്നത് നീയാണെന്ന് നിന്റെ അച്ഛൻ അറിഞ്ഞു. ഇങ്ങനത്തെ തന്തപ്പടിയെ കൊല്ലണോടാ. നീ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ നിന്നെ തട്ടി അകത്താക്കി.
ഞാനൊന്നും അറിഞ്ഞല്ല. നിങ്ങൾ എന്നെ ബലാത്കാരമായി പിടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ അച്ഛനോട് പറയും. ആഹാ, ബ്രൗൺ ഷുഗർ കടത്തിയതും ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്തു കൊന്നതും ഇതെല്ലാം നീയാണെന്ന് ഞങ്ങൾ എല്ലാവരും പറയും. ഞാൻ പോലീസ് കമ്മീഷണറായിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ ഒന്നിച്ചു പഠിച്ച ആത്മസുഹൃത്തുക്കളാണ്. ആ ബന്ധം പുതുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മിസ്റ്റർ മേനോൻ, ഈ കേസിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആത്മപീഡനം അനുഭവിക്കുന്നത് ഞാനാണ്. എന്തിന്? എല്ലാ കുറ്റവും ഞാൻ ഏൽക്കുന്നു. മിസ്റ്റർ മേനോൻ, തുറന്നു പറയൂ, സത്യത്തിൽ സംഭവിച്ച എന്താണ്? സത്യം ആർക്കറിയണം? നിയമത്തിന് തെളിവുകളല്ലേ ആവശ്യം. അത് ആവശ്യത്തിലേറെ നിങ്ങൾ പോലീസുകാരുടെ പക്കലുണ്ട്. നിങ്ങൾ പണ്ടേ പിടിവാശിക്കാരനാ. മിസ്റ്റർ സൈമൺ ഒരു സഹായം ചെയ്യണം. എന്റെ ഒരേ ഒരു മകനെ കൂടി ഈ കൊലക്കേസിൽ കുരുക്കാൻ ഒരു ശ്രമം നടക്കുന്നതായി ഞാൻ അറിഞ്ഞു. ദയവായി നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുത്. ഞാൻ കൊലമരത്തിലേറിയ എന്റെ കുടുംബം അവനെ നോവിച്ചു വിടുന്ന അതിലും അപകടമാണ്. ഒരു കൊലക്കേസ് ഒതുക്കിയത് എങ്ങനെയാണെന്ന് എനിക്കല്ലേ അറിയാം. അയാള് ജയിലിൽ നിന്ന് വന്നെന്ന് കേട്ടല്ലോ. അയാളെ അപ്പോഴേം കൊണ്ടുപോയില്ലേ? മോൻ കുറച്ചു ദിവസത്തേക്ക് എവിടെയെങ്കിലും മാറി നിൽക്ക്. നിന്റെ തലയിൽ കളിമണ്ണാണ്. അത് കൂടുതൽ സംശയത്തിന് ഇടവരുത്തും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ഒരേ ഒരു മോനല്ലേ, ചോദിക്കുന്നൊക്കെ കൂടെ ചെയ്യുന്നൊക്കെ മൂടി വെക്ക്. അപ്പച്ച മദ്യത്തിൽ മായം ചേർത്ത് നാട്ടുകാരെ കൊല്ലുന്നോ? എന്നെ തൊട്ടാലുണ്ടല്ലോ. വിടേ അവനെ തല. ഇതാ നിന്റെ ടിക്കറ്റ്. അടുത്ത ബോംബെ ഫ്ലൈറ്റിന് പോണം. വേഗം തയ്യാറാക. പെങ്ങളും അളിയനും ബോംബെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യും. ഞാൻ ഇവിടെ പഠിച്ചാൽ എന്താ കുഴപ്പം? നീ ഒരു നിമിഷം ഇവിടെ കഴിയാൻ പാടില്ല. ഞാൻ മമ്മിയോടൊപ്പം സ്റ്റേറ്റ്സിലേക്ക് പോക്കോളാം. അത് ഉടനെ നടപ്പില്ല. പാസ്പോർട്ടും വിസയും കിട്ടാൻ വൈകും. ഡാഡി എന്നെ കൊലക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതല്ലേ? അങ്ങനെ ആകാതിരിക്കാനാണ് നിന്നെ ഉടനെ ഞാൻ അയക്കുന്നത്. എല്ലാം ഞാൻ അറിഞ്ഞു. എന്റെ കൂട്ടുകാരുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ബാബു, വേണ്ട, ഒന്നും പറയണ്ട. മേലെ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല.
ഇവിടെ നടക്കുന്ന സകല സാമൂഹ്യ വിരുദ്ധ നടപടികളിലും തനിക്ക് കൈയുണ്ടെന്ന റിപ്പോർട്ട്. മനസ്സിലായോ? കമ്മീഷൻ അദ്ദേഹത്തിന്റെ മകൻ കഞ്ചാവായി പോയതിന് സബ് ഇൻസ്പെക്ടർ തെറി പറഞ്ഞിട്ട് എന്താണ് സാറേ കാര്യം? ഷടപ്പ്. എന്റെ സ്വകാര്യ ജീവിതത്തിലെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. ഇവിടെ നടക്കുന്ന സകല വൃത്തികളുടെ പിന്നിലും അങ്ങയുടെ മകനാണ് സാർ. നിർത്തടോ. എന്തു പറഞ്ഞാലും എന്റെ മകൻ എന്റെ മകൻ. അയാൾ പ്രശ്നമാണ് സാർ. സ്റ്റോപ്പ് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് എനി മോർ എക്സ്പ്ലനേഷൻ. എന്റെ മകന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനല്ല തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. നിങ്ങളുടെ പേരിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറിക്ക് ഓർഡർ ആയിരിക്കുന്നു. അന്വേഷിക്കട്ടെ, ആരൊക്കെ കുടുങ്ങുമെന്ന് അപ്പോഴറിയാം. അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഓഹോ, അങ്ങനെയാണോ കഥ? നൗ യു ആർ അണ്ടർ സസ്പെൻഷൻ. യു മേ ഗോ. ഓക്കെ, താങ്ക് യു. ഓം കഞ്ചാവേ. ഓ ഈശ്വര, ഭഗവാൻ പുതിയെങ്കിലും ഈശ്വര. നിങ്ങൾ ഈ മനുഷ്യരെ കൊല്ലുന്ന പണി നിർത്താൻ പറഞ്ഞാൽ കേൾക്കില്ലേ അല്ലേ? ഞാൻ ഈ ബിസിനസ് തുടങ്ങിയതുകൊണ്ടാ നീയൊക്കെ ജീവിക്കുന്നറിയാവോ? മയക്കുമരുന്ന് വിറ്റ് എനിക്കങ്ങനെ ജീവിക്കണ്ട. എടി ജാനമ്മേ, വേറൊരു പണിയും കിട്ടാതെ പട്ടിണി കിടന്ന് പൊരിഞ്ഞിട്ടല്ലോടി ഞാൻ ഈ പണിക്കിറങ്ങിയത്. നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാൻ കൊണ്ടുവരുന്ന കഞ്ചാവ് കട്ട് കഴിച്ച് കഴിച്ച് നിങ്ങളുടെ മോനിപ്പോ മുഴുവൻ കഞ്ചാവായി. വിളിക്കവനെ. അവനെവിടെ? ഹരിക്കുട്ടാ, എടി വിളിയടി അവനെ. ഹരിക്കുട്ടാ, പട്ടി ഇവിടെ ഇത് പടവിടെ. മതിയോ? എടാ പെട്ടെന്നാകട്ടെ. ആരാ പോകുന്ന? അവന്റെ പേരിൽ ടിക്കറ്റ് ഇന്ന് ബുക്ക് ചെയ്യും. 10 ലക്ഷം രൂപയുടെ സാധനമാ. ബി കെയർഫുൾ. ഞാൻ പോവാം. ഗുഡ് ഗുഡ്, സ്മാർട്ടായി പോയി. ഇതിന് നമുക്ക് ഇവിടെ വേണം. തന്തപ്പടി എതിരാണെങ്കിൽ പോലീസ് കമ്മീഷണർ അല്ലേ? എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ അറസ്റ്റ് ചെയ്ത ആൾക്കാർ. അങ്ങനെ നീ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കൂട്ടത്തിൽ ആളുകളുണ്ട്. ഇത് പിടി. ഇതിലിട്ടോ. ഇവിടെ കഴിയുന്നേക്കാൾ എന്നെ സംബന്ധിച്ച് സേഫ് പോകുന്നു. ആ, നീ കോളേജിലെ അവാർഡ് വിന്നർ അല്ലേ? ആ സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിലെടുത്തു. ടിക്കറ്റ് ഞാൻ ശരിപ്പെടുത്താം. കുഞ്ഞുമോൻ ഒറ്റയ്ക്ക് പോകരുത്. ആ കമാൻഡർക്ക് നിന്നെയാ നോട്ടം. അവരോട് പോകാൻ വേണ്ട. നീ വാ. ആ കോൺട്രാക്ടർ പൈലിയുടെ മകനെ കസ്റ്റഡിയിൽ എടുത്താൽ എല്ലാ കേസും തെളിയും സാർ. അവർക്ക് കുറെ പണവും സ്വാധീനവും ഉള്ളത് കൊണ്ട് അവരുടെയൊക്കെ മക്കൾ ചെയ്യുന്നത് കണ്ട് കണ്ണടച്ചിരിക്കാൻ ഇനി പറ്റില്ല. ഇവന്മാരിങ്ങനെ വിടുന്നത് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവമാനമാണ് സർ. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ആ പൈലിയുടെ മകനെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കാം. അറസ്റ്റ് റെക്കോർഡ് ചെയ്യരുത്. പത്രക്കാർ പോലും ചോദിച്ചാൽ ഒരക്ഷരം പറയരുത്. അവൻ ഒറ്റയ്ക്ക് നടക്കാറില്ല സർ. ഒറ്റയ്ക്ക് അവനെ പിടിക്കണം. പിടിച്ചാൽ വലിയ സമ്മർദ്ദം ഉണ്ടാവും. യെസ്, കമ്മീഷണർ സൈമൺ. കള്ളത്തോണിയിലോ? ഇന്ന് വൈകിട്ടോ? എന്റെ മകനോ? ശരി ശരി, ഞാൻ ഉടനെ വരാം. നോട്ട് 7 നാഷണൽ ഹൈവേസ് വഴി വടക്കോട്ട് പോയ പുതിയ കാറിൽ ഒരു യുവതിയുടെ കരച്ചിൽ കേട്ട വിവരം കിട്ടിയിട്ടുണ്ട് സർ. നമ്പർ നോട്ട് നോൺ. ഓവർ. പിന്നെ ഞാൻ ഫോളോ ചെയ്തോളാം. ഓക്കെ.
നീ കഴിഞ്ഞ ആഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നമ്മുടെ മോൻ സാബു മരിച്ചു. ഒരു ആക്സിഡന്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞു, എല്ലാം. നമുക്ക് എങ്ങനെങ്കിലും ആ കമാൻഡറെ ഒതുക്കണം. അതിനെന്താ വഴി? വഴിയുണ്ട്. ഭാരതി, ലക്ഷ്മിയോളെ, ലക്ഷ്മി, ഭാരതി, മോളെ ലക്ഷ്മി, ഭാരതി, ലക്ഷ്മി, മോളെ ലക്ഷ്മി, ഭാരതി. എല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. മനസ്സറിഞ്ഞ് ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലാത്ത എനിക്ക് ഇത്രയും കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം സൈമൺ? പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു. നിങ്ങളുടെ മകൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ജീവിക്കണം. എന്റെ പരോൾ ദിവസങ്ങൾ തീരാറായി. ഞാൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ സംഭവിച്ചാൽ? ലക്ഷ്മിയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട. അവൾ എന്റെ മകളായി എന്റെ വീട്ടിൽ കഴിയും. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല സൈമൺ. ഞാനൊരു പക്ഷേ കഴുകുമരത്തിലേറിയാൽ എന്റെ ആത്മാവെങ്കിലും നിങ്ങളോട് കടപ്പെട്ടിരിക്കും.
സലാം, എന്റെ കാര്യം എന്തായി? ആദ്യം എന്റെ കാര്യം ഒന്ന് രക്ഷപ്പെടട്ടെ. പൈലിപ്പിളിക്ക് എന്താ അത്ര വലിയ പ്രശ്നം? എന്റെ മോനെ മേനോന്റെ വീട്ടിലെ കൊലപാതകത്തിൽ നിങ്ങളുടെ പോലീസ് പ്രതികളാക്കിയിരിക്കുക. ഞങ്ങള് പോലീസ്? ഈ ഉടുപ്പും തൊപ്പി ഊരി വെച്ച് നടക്കുന്ന എനിക്കെന്ത് പോലീസ്? എനിക്ക് അല്പം തിടുക്കുണ്ട്. തലസ്ഥാനം വരെ ഇന്ന് പോണം. തലസ്ഥാനത്ത് പോവാണ്, എന്റെ കാര്യം കൂടി നോക്കണം. അമ്മയ്ക്ക് പ്രാണവേദന, മോക്ക് വീണവായനാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എനിക്കിവിടെ വായിക്കുന്നത് ഞാനറിയാവോ? താൻ നടച്ച് രക്ഷിച്ചോ ഞാൻ. പൈലിപ്പിള്ള എന്നെ ചതിക്കരുത് കേട്ടോ. ഇപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ കുടുങ്ങിയല്ലോ. താൻ തന്നെ പാട് നോക്കി പോണം. എല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയായോ? പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എടുത്തോളാം, ഞാൻ ഇവിടെ ഉണ്ട്. മോനെ 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 ഹരിക്കുട്ടാ, മോനെ 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 അയ്യോ, ഇതാര്? നമ്മുടെ SI സാറല്ലയോ? സാറേ, എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്ത് അകത്താക്കാവോ? എന്നെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണേ എന്ന് വിചാരിച്ച് നടക്കുകയാണ് ഞാൻ. അയ്യോ, എനിക്ക് ആള് തെറ്റിയോ? SI സംവിധാനവും ഒക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ നീ അടിച്ച് ഫിറ്റാ. ഇനിയും കുടിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും ചത്താ മതി എന്റെ പൊന്ന് സാറേ. സാറേ, എന്റെ മോൻ എന്നെ ചതിച്ചു. എന്റെ മോൻ എന്നെ വിട്ടേച്ചു പോയി. എന്റെ തൊഴില്, എന്റെ മോന്റെ ജീവൻ തന്നെ കൊണ്ടുപോയി സാറേ.
എനിക്ക് മാപ്പ് തരണം സർ. നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കേണ്ടത് ഞാനല്ല, ഡിപ്പാർട്ട്മെന്റാണ്. ഉദ്യോഗം തിരിച്ചു വാങ്ങാനോ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്യിക്കാനോ അല്ല സർ ഞാൻ വന്നത്. ആ കമാൻഡറെ കൊലക്കേസിൽ പ്രതിയാക്കിയത് ഞാനാണ് സർ. എല്ലാം ആ പൈലി എന്ന മനുഷ്യ പിശാചിന് വേണ്ടിയായിരുന്നു സർ. അതിനെന്താ, മാന്യമായി കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയില്ലേ? ഞാൻ ഈ കള്ളം പറയില്ല സർ. ആത്മാർത്ഥതയോടാണ് പറയുന്നതെങ്കിൽ അറിയാവുന്ന വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞുകൊടുത്ത് ഒരു യഥാർത്ഥ പോലീസുകാരന്റെ കടമ നിർവഹിക്കാൻ നോക്കും. ഓക്കെ ഓക്കെ സർ. ഹലോ. ഞാനിവിടുള്ള കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു? ആ പിന്നെ ഞാനിവിടുള്ള കാര്യം മറ്റാരോടും പറയണ്ട. ആ ഉണ്ട്, നാളെ നേര് പറയാം. ആ അപ്പൊ പറയാം. ഓക്കെ. സ്റ്റേഷനില്ലേ? ഞാൻ ഷാപ്പുവാ ഡോക്ടർ പൈലി. നിങ്ങൾ ഇവിടെ വരണം. എന്റെ മോനെ ആ കമാൻഡർ മേനോൻ ഇപ്പൊ കൊല്ലും. ഉടനെ വരണം. എന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ. അയ്യോ അരുത്.
കോൺസ്റ്റബിൾ